അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു വട്ടയപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അതിന് വേണ്ടിയിട്ട് 2 കപ്പ് പച്ചരി 3-4 മണിക്കൂർ കുതിർത്ത് കഴുകി എടുത്തിട്ടുണ്ട്. പിന്നെ 1 കപ്പ് തേങ്ങയും 1/4 കപ്പ് ചോറും മധുരത്തിന് വേണ്ടി ശർക്കര പാനിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ജാറിലേക്ക് പച്ചരി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എല്ലാം ഒന്നിച്ചിട്ടാണ് അരയ്ക്കുന്നത്. ഇതിലേക്ക് വേറെ വെള്ളമൊന്നും ഒഴിക്കുന്നില്ല, ശർക്കര പാനി ചേർത്ത് തന്നെയാണ് അരയ്ക്കുന്നത്. പിന്നെ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഈസ്റ്റ് ചേർക്കുന്നുണ്ട്. പിന്നെ 3 ഏലക്കയും കുറച്ച് നല്ല ജീരകവും ചേർത്ത് നന്നായി അരച്ചെടുത്തിട്ട് വരാം. അരച്ചെടുത്ത മാവ് ഒരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട്. പിന്നെ മാവ് ഒന്ന് നന്നായി യോജിപ്പിച്ച ശേഷം 3-4 മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ. പിന്നെ നമ്മൾ മാവ് 4 മണിക്കൂറിന് ശേഷം തുറന്ന് നോക്കിയാൽ നല്ലോണം പൊന്തി വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ അതാ ഒരു പ്ലേറ്റ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് നെയ്യ് തടവി കൊടുക്കുന്നുണ്ട്. വട്ടയപ്പം പെട്ടെന്ന് വിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ ആവി വന്നതിന് ശേഷം മാവ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. മാവ് ഒഴിച്ച് ഒരു 10 മിനിറ്റിന് ശേഷം തുറന്ന് നോക്കാം. അപ്പോൾ അതാ മാവ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. തണുത്തതിന് ശേഷം വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം കേട്ടോ. അപ്പോൾ നമ്മളെ വട്ടയപ്പം ഏതാ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. തണുത്തതിന് ശേഷം കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളെ വട്ടയപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.